കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവിൻ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ എന്ന വിഷയത്തിന് ആധാരമായിട്ട് അതിൻ്റെ മുമ്പിലത്തെ വാക്യം അല്ലെങ്കിൽ ഗലാത്യർ 6-ന്റെ 1-ാം വാക്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് കണ്ടുവരുന്ന ഒരു പ്രകൃതമാണ്. നമ്മുടെ സമൂഹം മീൻസ് ക്രിസ്തീയ സമൂഹം, ഇല്ലെങ്കിൽ നമ്മുടെ പെന്തിക്കോസ്ത സമൂഹത്തിനകത്ത് കണ്ടുവരുന്ന ഒരു പ്രകൃതം, ഒരു ഒരു ദൈനംദിന ശീലം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണതല്ലേ. നമ്മുടെ കൂട്ടു സഹോദരങ്ങളോ ഇല്ലെങ്കിൽ കൂട്ടു ദൈവദാസന്മാരാരെങ്കിലും തെറ്റിൽ അകപ്പെട്ടു പോയാൽ അവനെ മാക്സിമം തകർക്കുക ഇല്ലെങ്കിൽ അവനെ മാക്സിമം ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുന്ന തലങ്ങളുണ്ടല്ലേ. പിന്നെ അവരുടെ അവസരങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്കൊക്കെ പലപ്പോഴും പോകാറുണ്ട്. ചെറിയ തെറ്റുകളെ ന്യായീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടോ ഉപദേശവിരുദ്ധമായിട്ടോ ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടോ ഉള്ള തലങ്ങൾ അല്ലെങ്കിൽ ഉപദേശ വിഷയങ്ങളിൽ വീണുപോയാൽ, പാപത്തിൽ സ്തോത്രം വീണുപോയാൽ, മോഹത്തിന് അടിമപ്പെട്ട് തകർന്നു പോയാൽ, അങ്ങനെയുള്ളവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അല്ലേ. ഒരുവൻ തെറ്റിൽ അകപ്പെട്ടു പോയാൽ എങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്? ആത്മീകരായ നമ്മൾ സൗമ്യതയുടെ ആത്മാവിൽ അവൻ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തുവീൻ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പം അവിടെ പറയുന്നൊരു പ്രയോഗം എന്ന് പറയുന്നത് എപ്പോഴും തെറ്റ് ചെയ്ത് അവരെ യഥാസ്ഥാനപ്പെടുത്തണമെന്നുള്ള തരത്തിലല്ല. ചിലപ്പോൾ ഒരുപക്ഷെ ബൈ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴത്തെ സാഹചര്യമോ സമ്മർദ്ദങ്ങൾക്ക് അകത്തോ വഴങ്ങിപ്പോയി പലപ്പോഴും പാപം ചെയ്തു പോയാൽ, ഒരുപാട് പാപം എന്ന് പറയുമ്പോൾ ഒരു വിഷയം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വാക്കിൽ പോലും ലംഘനങ്ങൾ വരാം അല്ലേ. സഹോദരനോട് നിസാര എന്ന് വാക്ക് പറഞ്ഞാൽ പോലും നരകത്തിന് യോഗ്യനെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള എല്ലാ തെറ്റുകളും വേദപുസ്തകത്തിൽ പറയുന്ന ചെറുതും വലുതുമായ പല തലങ്ങളുമുണ്ട്, പാപങ്ങളുണ്ട്. എല്ലാം പാപമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്യുന്നതെല്ലാം പാപമാണ്. അങ്ങനെയുള്ളവർ നമ്മൾ കണ്ടാൽ, സമീപിച്ചാൽ സ്തോത്രം, എന്താ നമ്മൾ ചെയ്യേണ്ടത്? സൗമ്യതയുടെ ആത്മാവിനാൽ അവരെന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തുവിൻ. എടുത്തു പറയുന്നൊരു വാചകമുണ്ട്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കണം. എന്തുകൊണ്ടെൻ്റെ ഈ അർത്ഥം, പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്ന, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന നമ്മൾ പലപ്പോഴും പരീക്ഷകൾ എന്ത് ചെയ്യാറുണ്ട്? അകപ്പെട്ടു പോകാറുണ്ട്. സ്തോത്രം. അത് വരാതിരിക്കാൻ വേണ്ടിയാൽ അങ്ങനെ ഒരു ആ വാക്ക് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവിൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് സഭ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. സ്തോത്രം. തലയായ ക്രിസ്തുവിൽ ശരീരമാകുന്ന സഭ എന്നൊരു കോൺസെപ്റ്റ് പൗലോസ് അപ്പോസ്തലൻ്റെ ഏതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പം ശരീരം, സഭ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിനകത്ത് വിവിധങ്ങളായ അവയവങ്ങളുണ്ട് അല്ലേ. ഉച്ചം തല മുതൽ ഉള്ളം കാൽ വരെ നമ്മൾ പരിശോധിച്ച കാല്, കയ്യ്, കണ്ണ്, ഇങ്ങനെ വിവിധങ്ങളായ അവയവങ്ങൾ നമുക്കുണ്ട്. ഓരോ അവയവത്തിനും അതിൻ്റേതായ ഫങ്ഷനുണ്ട്. ഇതിൽ ഓരോ അവയവത്തിന് എന്തെങ്കിലും പ്രശ്നം തട്ടിയാൽ, ഇൻ കേസ് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കാല് തട്ടി മുറിയുകയാണെന്ന് ചിന്തിച്ച് സ്തോത്രം, നമ്മൾ പെട്ടെന്ന് കൈ അവിടേക്ക് പോയി അതിനെ തൂക്കുകയും അതിനെ തുടയ്ക്കുകയും അവിടെ നമ്മൾ എന്തെങ്കിലും വെച്ചോ, എണ്ണ വെച്ചോ ഇല്ലെങ്കിൽ മരുന്ന് വെച്ചോ പുരട്ടോ ഇത് കൈ ചെയ്യുകയാണ് അല്ലേ. എന്താ അങ്ങനെ ചെയ്തത്? ഇപ്പോൾ കാലിന് പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് എന്താ കൈ മിണ്ടാതിരിക്കാത്ത? രണ്ടവയവോ ഇല്ലയോ? പക്ഷേ എന്താ, അതൊരു കണക്ഷനാണ് അല്ലേ. ഈ കാല് തട്ടി മുറിഞ്ഞപ്പോൾ അതിൻ്റെ വേദന തലച്ചോറിലേക്ക് പോയി, ആ വേദനയുടെ റിയാക്ഷനാണ് കൈ അവിടേക്ക് ചെന്ന് ആ കാലിനെ ആശ്വസിപ്പിക്കുന്ന രീതിയാണ്. ഇതാണ് സഭ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം, നിൻ്റെ സഹോദരന് ഒരു ബുദ്ധിമുട്ട്, പ്രയാസം വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഭാരത്തെ നീ ചുമക്കണം. യേശു കർത്താവ് എന്താ പറഞ്ഞ്? അധ്വാനിക്കുന്നവരും ഭാരം
ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ. നമുക്ക് കർത്താവിനെ പോലെ ഭാരം ചുമക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പക്ഷേ അവരുടെ ഭാരത്തിന് ആശ്വാസമാകുവാൻ നമുക്ക് കഴിയും. അത് വാക്കുകൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ സ്തോത്രം ഒക്കെ നമുക്കവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും. അവരുടെ ഭാരങ്ങളെ നമ്മൾ ചുമക്കുക. അങ്ങനെ അതാണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമെന്ന് പറയുന്നത്. ആ ഒരു തലത്തിൽ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം തികയ്ക്കുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകിയാലും അങ്ങനൊരു കൃപ വരം ഞങ്ങൾക്ക് നൽകി അവിടുന്ന് സഹായിക്കണമേ. അനേകർക്ക് ആശ്വാസമാകാൻ അവിടെ ഞങ്ങൾ ഉപയോഗിച്ചാട്ട്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.